അരിത്മെറ്റിക് സീക്വൻസിന്റെ അടുത്ത ഭാഗത്ത് ടേംസ് ആൻഡ് സംസ്, പദങ്ങളും അവയുടെ തുകയും എന്നുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. സം ഓഫ് അരിത്മെറ്റിക് സീക്വൻസ്, അരിത്മെറ്റിക് സീക്വൻസിന്റെ സമ്മിന് തൊട്ട് മുമ്പ് വരുന്ന ഭാഗം, അതായത് സമ്മിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പിലായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അതിന് നമ്മൾ ഈ ബോർഡിന്റെ മുകളിൽ എഴുതിയിട്ടുള്ള ചില എക്സാമ്പിൾസ് നമുക്ക് പരിശോധിക്കാം. നമുക്ക് 1 + 2 + 3, അടുത്തടുത്തുള്ള 3 നാച്ചുറൽ നമ്പേഴ്സ് ആണ് 1 + 2 + 3. ഇതിന്റെ സമ്മ് പരിശോധിച്ചാൽ ഇത് ആഡ് ചെയ്താൽ 1 + 2 2, 3 + 3 = 6 എന്ന് കിട്ടും. ഇനി ഇതുപോലെ തന്നെ അടുത്തടുത്തുള്ള സക്സസീവ് ആയിട്ടുള്ള 5 നാച്ചുറൽ നമ്പേഴ്സ് 1 + 2 + 3 + 4 + 5. ഇതിന്റെ സമ്മ് 3 + 3 6, 10, 15 എന്ന് കിട്ടും. ഇനി സക്സസീവ് ആയിട്ടുള്ള 7 നാച്ചുറൽ നമ്പേഴ്സ് 1 + 2 + 3 + 4 + 5 + 6 + 7, 1 + 2 3, 6, 10, 15, 21, 28 എന്ന് കിട്ടും. ഈ മൂന്നെണ്ണം നമുക്ക് പരിശോധിക്കാം. 1 + 2 + 3 = 6. ഈ 6നെ നമുക്ക് 2 × 3 എന്ന് എഴുതാം. അതായത് 2 എന്ന് പറയുന്നത് ഈ 3 നമ്പേഴ്സിന്റെയും മിഡിലിൽ വരുന്ന നമ്പറാണ് 2. 3 എന്ന് പറയുന്നത് അതിന്റെ എണ്ണം 3 നമ്പറാണ് അവിടെ എടുക്കുന്നത്. ഫസ്റ്റ് 3 നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ മിഡ് ടേമിനെ നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ അതിന്റെ സം കിട്ടും. ഇനി 5 വരുമ്പോ നമുക്ക് ഇത് ശരിയാവുന്നുണ്ടോ നോക്കാം. ഇതിന്റെ മിഡ് ടേം ആയ 3, 15 നമുക്ക് 3 × 5 എന്ന് എഴുതാം. 3 എന്ന് പറയുന്നത് അതിന്റെ മിഡ് ടേം ആണ്, 5 എന്ന് പറയുന്നത് അതിന്റെ നമ്പറാണ്, എണ്ണമാണ്, 5 എണ്ണാണ്. അപ്പൊ അതിന്റെ മിഡ് ടേമിനെ 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് അതിന്റെ സം കിട്ടും. ഇനി ഇവിടെ 7 നമ്പേഴ്സ് ആണ്. ഈ 7 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 28 എന്ന് കിട്ടുന്നു. ഇതിന്റെ മിഡ് ടേം 4th നമ്പറാണ്. 1 2 3 4 5 6 7. ഈ 4നെ നമുക്ക് ഇതിനായി 28 മാറ്റിയിട്ട് 4 × 7 എന്ന് എഴുതാം. 7 നമ്പേഴ്സ് ആണുള്ളത്. അതിന്റെ മിഡ് ടേം 4 ആണ്. 4 × 7 = 28. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് സക്സസീവ് ആയിട്ട് വരുന്ന അടുത്തടുത്ത് വരുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ എണ്ണം ഓഡ് നമ്പർ ആണെങ്കിൽ, ഇതൊക്കെ ഓഡ് നമ്പറാണ്, ഓഡ് നമ്പർ ആകുമ്പോൾ മാത്രമേ അതിനൊരു മിഡ് ടേം ഉണ്ടാവൂ. അങ്ങനെ വരുമ്പോൾ മിഡ് ടേമിനെ ഈ നമ്പറോട് എത്ര എണ്ണാണോ ഉള്ളത് അതുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ, മിഡ് ടേമിനെ നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ ആ നമ്പേഴ്സിന്റെ സമ്മ് കിട്ടുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ഇനി ഇത് നാച്ചുറൽ നമ്പേഴ്സിന് മാത്രമുള്ള പ്രത്യേകതയാണോ? നമുക്ക് ഓഡ് നമ്പേഴ്സ് എടുക്കണം. സക്സസീവ് ആയിട്ട് വരുന്ന 3 ഓഡ് നമ്പേഴ്സ് ആണ് 1 + 3 + 5. 1 + 3 + 5 എടുത്തു കഴിഞ്ഞാൽ ആഡ് ചെയ്താൽ 4 + 5 9 എന്ന് കിട്ടും. അതിന്റെ മിഡ് ടേം സെക്കൻഡ് ടേം 3 ആണ്. 9 = 3 × 3 ആണ്. മിഡ് ടേമിനെ നമ്പറിന്റെ എണ്ണം കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നതാണ് അവിടെ. ഇനി അതന്നെ നമ്മൾ 5 ഓഡ് നമ്പേഴ്സ്, സക്സസീവ് 5 ഓഡ് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ 4, 9, 16, 25. 25 വന്നില്ല. 25 = 5 × 5. ഇതിന്റെ മിഡ് ടേം 5 ആണ്. 5നെ നമ്പർ ഓഫ് ടേംസും 5 ആണ്. 5നെ 5 കൊണ്ട്, മിഡ് ടേമിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ ആൻസർ കിട്ടും. ഇനി ഈവൻ നമ്പർ ആവുമ്പോൾ 2, 4, 6. ഇവിടെ 3 ഈവൻ നമ്പർ, സക്സസീവ് ഈവൻ നമ്പേഴ്സ് 3 ആണ്. അപ്പൊ അതിന്റെ മിഡ് ടേം 4, ഇതിന്റെ ആൻസർ 12 ആണ്. ഇത് നേരത്തെ ചെയ്ത പോലെ 4 × 3 ആണ് 12 എന്ന് പറയും. അവിടെയും ഇത് ശരിയാണ്. ഇനി 5 സക്സസീവ് ഈവൻ നമ്പേഴ്സ് 2, 4, 6, 8, 10. സം 6, 12, 20, 30. ഇതിന്റെ മിഡ് ടേം 6 ആണ്. നമ്പർ ഓഫ് ടേംസ് 5 ആണ്. 6 × 5 = 30. ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത, നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണെങ്കിൽ, ഇവിടെ 3, ഇവിടെ 5, ഇവിടെ 3, 5, 7 ഇങ്ങനെയാണെങ്കിൽ, നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണെങ്കിൽ അതിന്റെ മിഡ് ടേമിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ സമ്മ് കിട്ടുന്നു എന്നാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ നോക്കുന്നത് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമുക്ക് ഇതിന്റെ ഓൾജിബ്ര ഒന്ന് പരിശോധിക്കാം. നമുക്ക് ഫസ്റ്റ് മൂന്നില്ല, ഏതെങ്കിലും സക്സസീവ് ആയിട്ടുള്ള 3 നമ്പേഴ്സ് ഉണ്ട്. 4,
5, 6 നാച്ചുറൽ നമ്പേഴ്സ്. ഏത് 3 നാച്ചുറൽ നമ്പർ എടുത്താൽ നമുക്ക് അതിന്റെ മിഡ് ടേമിനെ നമ്മൾ എക്സ് എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ കൺസിഡർ ദി മിഡ് ടേം ഇസ് എക്സ്, then the first term is we know x minus 1. കാരണം നാച്ചുറൽ നമ്പേഴ്സ് ആണ്, സക്സസീവ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പൊ 5 തൊട്ട് മുമ്പുള്ള 4 ആണ്. 5x ആണെങ്കിൽ 4 നമുക്ക് x minus 1 എന്ന് എഴുതാം. 6നെ നമുക്ക് x plus 1 എന്ന് എഴുതാം. അപ്പൊ സക്സസീവ് ആയിട്ടുള്ള ഏത് 3 നാച്ചുറൽ നമ്പേഴ്സ് എടുത്താലും മിഡിൽ ടേമിന് x ആണെന്ന് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടേം x minus 1 ഉം തേർഡ് ടേം x plus 1 ഉം ആയിരിക്കും. ഇത് മൂന്നും കൂടെ നമ്മൾ ആഡ് ചെയ്താൽ x minus 1 plus x plus 1 എന്ന് വരും. ഇതിന്റെ ആൻസർ x plus x is equal to 3x. ഇവിടെ ഒരു പ്ലസ് 1 ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. 1 minus 1 is equal to 0. That is 3x എന്ന് കിട്ടും. x എന്ന് പറയുന്നത് മിഡ് ടേം ആണ്, മിഡിൽ നമ്പർ. ആ മിഡിൽ നമ്പറിനെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ആ 3 നമ്പറിന്റെയും സം കിട്ടുന്നു. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഓൾജിബ്ര. ഇനി 5 നമ്പേഴ്സ് ആണെങ്കിലോ, 5 നാച്ചുറൽ നമ്പേഴ്സ് ഇനി ഏത് നാക്കുമ്പോ നമുക്ക് ഈവൻ നമ്പർ എടുക്കാം. 5 ഈവൻ നമ്പേഴ്സ്. 5 ഈവൻ നമ്പേഴ്സ് ആകുമ്പോൾ അതിന്റെ തേർഡ് നമ്പറിനെ നമ്മൾ എക്സ് ആണ്, സക്സസീവ് ആയിട്ടുള്ള 5 ഈവൻ നമ്പേഴ്സ്. തേർഡ് നമ്പർ എക്സ് ആണെങ്കിൽ വിനോ സെക്കൻഡ് നമ്പർ ഓഡോ ഈവൻ ആണെങ്കിൽ എക്സ് മൈനസ് 2 ആയിരിക്കും. 2 ആണ് ഡിഫറൻസ് വരും. രണ്ട് സക്സസീവ് ആയിട്ടുള്ള ഓഡ് നമ്പറും ഈവൻ നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. അപ്പൊ x minus 2 ഫസ്റ്റ് നമ്പർ x minus 4 എന്ന് കിട്ടും. ഇതിന്റെ ഫോർത്ത് നമ്പർ x plus 2, ഫിഫ്ത്ത് നമ്പർ x plus 4. ഇത് ആഡ് ചെയ്യുമ്പോൾ we know x plus 5 times x ഉണ്ടാവും. 1 2 3 4 5. അപ്പൊ 5x എന്ന് കിട്ടും. പിന്നെ ഇവിടെ പ്ലസ് 2 പ്ലസ് 4 പ്ലസ് 6, ഇവിടെ മൈനസ് 2 മൈനസ് 4 മൈനസ് 6 മൈനസ് 6 is equal to 0 കിട്ടും. that is 5x. x is equal to mid term. x എന്ന് പറയുന്നത് മിഡ് ടേം ആണ്. അപ്പോൾ മിഡ് ടേമിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ. ഇതാണ് ഇതിന്റെ ഓൾജിബ്ര. ഇത് എല്ലാറ്റിനും ശരിയാവും എന്ന് നമ്മൾ കാണും. ഓഡ് നമ്പർ ആണെങ്കിൽ സക്സസീവ് നമ്പറും ആണെങ്കിൽ. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ഓഡ് നമ്പർ എന്ന് പറയുന്നതും ഈവൻ നമ്പർ എന്ന് പറയുന്നതും അതുപോലെ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് ഇതെല്ലാം അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഓഡ് നമ്പർ ആകുമ്പോൾ കോമൺ ഡിഫറൻസ് 2 ആണ്, ഈവൻ നമ്പർ ആകുമ്പോൾ കോമൺ ഡിഫറൻസ് 2 ആണ്, നാച്ചുറൽ നമ്പർ ആകുമ്പോൾ കോമൺ ഡിഫറൻസ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ അരിത്മെറ്റിക് സീക്വൻസിനും ഈ നിയമം ബാധകമായിരിക്കുമല്ലോ. നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്കൊരു അരിത്മെറ്റിക് സീക്വൻസ് എടുക്കാം. 4 9 40. അരിത്മെറ്റിക് സീക്വൻസിന്റെ സക്സസീവ് ആയിട്ട് വരുന്ന അടുത്തടുത്ത 3 നമ്പർ 4 9 40. ഇവിടെ കോമൺ ഡിഫറൻസ് 5 ആണ്. ഇവിടെ നേരത്തെ പറഞ്ഞ നിയമം ബാധകമാണോ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു 9 into 3 മിഡ് ടേമിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് സം കിട്ടുന്നത്. അപ്പോൾ 9 into 3 is equal to 27. ഇതാണോ ആൻസർ? നമുക്ക് നോക്കാം. 4 plus 9 plus 14 is equal to 4 plus 9 is equal to 13. 13 plus 14 is equal to 27. അവിടെ ഇത് ശരിയാവും. ഇനി ഇതിന്റെ ഓൾജിബ്ര എന്തുകൊണ്ട് ഇത് ശരിയാവുന്നത് നമുക്ക് ഓൾജിബ്രിക് മെത്തേഡിൽ ഒന്ന് പരിശോധിക്കാം. ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ സക്സസീവ് ആയിട്ടുള്ള 3 നമ്പേഴ്സ് ആണ് നമുക്ക് മിഡിൽ നമ്പർ നമ്മൾ എക്സ് ആണ്. അതിനകത്ത് ഫസ്റ്റ് നമ്പർ എക്സിൽ നിന്ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കതിനെ എക്സ് മൈനസ് വൈ എന്ന് എടുക്കാം. വൈ കോമൺ ഡിഫറൻസ് ആണെന്ന് എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് ടേം എക്സ് ആണെങ്കിൽ ഫസ്റ്റ് ടേം എക്സ് മൈനസ് വൈ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ തേർഡ് ടേം എക്സ് പ്ലസ് വൈ ആയി. ഇത് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എക്സ് പ്ലസ് എക്സ് 3x എന്ന് കിട്ടും. പിന്നെ പ്ലസ് വൈ മൈനസ് വൈ, വൈയിൽ നിന്ന് വൈ മൈനസ് ചെയ്താൽ അല്ലെങ്കിൽ വൈയിൽ നിന്ന് വൈ കുറച്ചാൽ സബ്സ്ട്രാക്ട് ചെയ്താൽ ആൻസർ ഈസ് y മൈനസ് y is equal to 0. The answer is 3x. അപ്പൊ ഏത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് എടുത്താലും അതിന്റെ സക്സസീവ് നമ്പേഴ്സ് ഓഡ് ആണെങ്കിൽ, നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണെങ്കിൽ അതിന്റെ മിഡ് ടേമിനെ എത്ര നമ്പർ ഉണ്ടോ ആ നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ അതിന്റെ സമ്മ് കിട്ടും എന്നാണ് നമ്മളിവിടെ ജനറലൈസ് ചെയ്തിരിക്കുന്നത്. ഏത് ഒരു അരിത്മെറ്റിക് സീക്വൻസിനും ഇത് ശരിയാണെന്ന് നമുക്ക് കാണാം. നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള കാര്യം 3 നമ്പർ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ സക്സസീവ് ആയിട്ടുള്ള 3 നമ്പേഴ്സ് ആഡ് ചെയ്താൽ നമ്മൾ 3x എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം തേർഡ് ടേം
മൂന്ന് ടേമും കൂടെ ആഡ് ചെയ്താൽ 3x കിട്ടും. 3x കിട്ടും എന്ന് പറഞ്ഞാൽ എക്സിന്റെ അതായത് മിഡ് ടേമിന്റെ ട്രിപ്പിൾ, അതായത് 3 ടൈംസ് ഓഫ് ദി മിഡ് ടേം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്പറും x1ഉം ഫസ്റ്റ് ടേമും തേർഡ് ടേം x3യും കൂടെ x1ഉം x2ഉം x3യും ആഡ് ചെയ്യുന്നതാണ് 3x. അതിൽ x2 എന്ന് പറയുന്നത് x ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേമും തേർഡ് ടേമും കൂടെ ആഡ് ചെയ്താൽ 2x എന്ന് കിട്ടുമല്ലോ. 2x എന്ന് കിട്ടണം, കാരണം ഇത് മൂന്നും കൂടെ ആഡ് 3x ആണ്. അതിൽ മിഡ് ടേം x ആണ്, മിഡ് ടേം x ആണ്. അപ്പൊ ഈ മിഡ് ടേമിന്റെ 3 ടൈംസ് ആണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ മിഡ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമും തേർഡ് ടേമും കൂടെ ആഡ് ചെയ്യുന്നതാണ്, അത് 2x ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് ടേമും തേർഡ് ടേമും കൂടെ ആഡ് ചെയ്താൽ മിഡ് ടേമിന്റെ ഡബിൾ ആയിരിക്കും നമുക്ക് കിട്ടുക എന്നാണ് ഇതിന്റെ അർത്ഥം. പറഞ്ഞൊന്നുകൂടെ പറയാം. 3 ടേമിന്റെ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ സക്സസീവ് ആയിട്ടുള്ള 3 ടേംസിന്റെ സമ്മ് നമ്മൾ 3x ആണ്. മിഡ് ടേമിന്റെ 3 ടൈംസ് ആയിരിക്കും. മിഡ് ടേമിനെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ അതിന്റെ സമ്മ് കിട്ടും. അങ്ങനെയാണെങ്കിൽ മിഡ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കൂടെ, അതായത് ഫസ്റ്റ് ടേമും തേർഡ് ടേമും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് മിഡ് ടേമിന്റെ ഡബിൾ ആയിരിക്കും. അപ്പൊ മിഡ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമും തേർഡ് ടേമും കൂടെ ആഡ് ചെയ്തതിന്റെ ഹാഫ് ആയിരിക്കും മിഡ് ടേം. ഫസ്റ്റ് ടേമും തേർഡ് ടേമും കൂടെ ആഡ് ചെയ്ത് അതിന്റെ ഹാഫ് എടുത്താൽ നമുക്ക് അതിന്റെ മിഡ് ടേം കിട്ടും എന്ന് നമുക്ക് കാണാം. ഇതുപോലെ 5 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ മിഡ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിന്റെയും ഫിഫ്ത് ടേമിന്റെയും ഹാഫ് ആയിരിക്കും. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ബന്ധം നമുക്ക് ഒന്നുകൂടെ പരിശോധിക്കാം. ഇവിടെ 5 നമ്പേഴ്സ് ഉണ്ട്. ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ സക്സസീവ് ആയിട്ടുള്ള 5 നമ്പേഴ്സ്, കോമൺ ഡിഫറൻസ് 3. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ തേർഡ് ടേമിനെ ഒന്നാമത്തത് 10 ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് 5 50, ഇതാണ് സമ്മ്. സമ്മ് എന്ന് പറയുന്നത് 50 ആണ്. നമ്മൾ പരിശോധിക്കുന്നത് ഫസ്റ്റ് ടേമും ഫിഫ്ത് ടേമും കൂടെ ആഡ് ചെയ്യും. ദാറ്റ് ഈസ് x1 plus x5 is equal to 4 plus 16 is equal to 20. നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് ടേമും ഫിഫ്ത് ടേമും കൂടെ ആഡ് ചെയ്താൽ മിഡ് ടേമിന്റെ ഡബിൾ, ദാറ്റ് ഈസ് 2 into 10. ഈ മിഡ് ടേമിന്റെ ഡബിൾ ആണ് കിട്ടുന്നത്. ഫസ്റ്റ് ടേമും ഫിഫ്ത് ടേമും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് മിഡ് ടേമിന്റെ ഡബിൾ ആണ് കിട്ടുന്നത്. ഇനി സെക്കൻഡ് ടേമും ഫോർത്ത് ടേമും കൂടെ ആഡ് ചെയ്യും. x2 plus x4 ഇത് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 7 plus 13 is equal to 20, that is 2 into 10. അപ്പോഴും നമുക്ക് കിട്ടുന്നത് മിഡ് ടേമിന്റെ ഡബിൾ തന്നെയാണ് കിട്ടുന്നത്. ഇവിടെ പൊസിഷൻ ഒന്ന് നോക്കുന്നത് x1 plus x5 1 plus 5, പൊസിഷന്റെ സമ്മ് 6. ഇവിടെയും x2 plus x4 പൊസിഷന്റെ സമ്മ് 6. പൊസിഷന്റെ സമ്മ് ഈക്വൽ ആയി വരുന്ന എല്ലാറ്റിലും അതിന്റെ സമ്മും ഈക്വൽ ആയിരിക്കും. ടേംസിന്റെ സമ്മും ഈക്വൽ, പൊസിഷന്റെ സമ്മ് ഈക്വൽ ആയി വരുന്ന പെയറിലെല്ലാം ടേംസിന്റെ സമ്മും ഈക്വൽ ആയിരിക്കും. അത് ഓഡ് നമ്പർ ആണെങ്കിൽ മിഡ് ടേമിന്റെ ഡബിൾ ആയിരിക്കും. ഫസ്റ്റ് പ്ലസ് ഫിഫ്ത് 6, പൊസിഷൻ 6, ഇവിടെ 2 plus 4 6. അപ്പൊ അതിന്റെ സം എന്ന് പറയുന്നത് ഈ സം ഈക്വൽ ആയിരിക്കും. ഇത് ഓഡ് നമ്പർ ആയതുകൊണ്ട് മിഡ് ടേമിന്റെ ഡബിൾ ആയിരിക്കും. ഇത് ഞാൻ ഒന്നും കൂടെ വിശദീകരിച്ച് അടുത്ത എക്സാമ്പിൾ പറയാം. ഇവിടെ ഞാൻ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ 9 ടേംസ് എഴുതിയിട്ടുണ്ട്. 1 4 7 10 13 16 19 22 25. അതിന് ഫസ്റ്റ് ടേം 1ഉം കോമൺ ഡിഫറൻസ് 3യുമായിട്ട് വരുന്ന ഒരു അരിത്മെറ്റിക് സീക്വൻസ്. നേരത്തെ പറഞ്ഞ കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിന്റെ മിഡ് ടേം എന്ന് പറയുന്നത് 1 to 9 ആയതുകൊണ്ട് ഫിഫ്ത് ടേം ആയിരിക്കും. 9 13 ആണ് ഇതിന്റെ മിഡ് ടേം എന്ന് പറയുന്നത്. സം എന്ന് പറയുന്നത് 13 into 9. സം ഈസ് ഈക്വൽ ടു 13 into 9 ആണ്. ഇനി നമുക്ക് ഇതിന്റെ x1ഉം x9ഉം ഒന്ന് ആഡ് ചെയ്യാം. x1 എന്ന് പറഞ്ഞാൽ 1 ആണ്, x9 എന്ന് പറയുന്നത് 25 ആണ്. ഈസ് ഈക്വൽ ടു 26. നേരത്തെ നമ്മൾ പറഞ്ഞു ഓഡ് ആയതുകൊണ്ട് നമ്പർ ഓഫ് ടേംസ് ഓഡ് ആയതുകൊണ്ട് മിഡ് ടേമിന്റെ ഡബിൾ ഓഫ് ദി മിഡ് ടേം ആയിരിക്കും 2 into 13 is equal to 26. x1ഉം x9. ഇനി x2ഉം x8ഉം ഇവിടെ 1 plus 9 8 10, ഇവിടെ 2 plus 8 10. 2 എന്ന് പറയുന്നത് 4 ആണ് സെക്കൻഡ് ടേം, 8th ടേം എന്ന് പറയുന്നത് 22. 4 plus 22 is equal to 26. അതും മിഡ് ടേമിന്റെ ഡബിൾ ആണ് 2 into 30.
ഇങ്ങനെ പൊസിഷൻ ഈക്വൽ ആയി വരുന്നു. അപ്പൊ ഉദാഹരണത്തിന് നമുക്ക് ഇവിടെ x4ഉം x6ഉം തോന്നാണ്. 4 + 6 = 8, 2 + 8 = 4 + 6 = 10, 2 + 8 = 10, 1 + 9 = 10. പൊസിഷന്റെ സമ്മ് 10 ആയിട്ട് വരുന്നതിന്റെ ആൻസർ ഈക്വൽ ആയിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് x4ഉം x6ഉം അറിയാം. x4 എന്ന് പറയുന്നത് 4th ടേം, 10 + 6 എന്ന് പറയുന്നത് 16. 10 + 16 = 26. We know 2 × 13. ഇതാണ് നേരത്തെ പറഞ്ഞതിന്റെ വിശദീകരണം. അതായത് ഓഡ് നമ്പർ ആണെങ്കിൽ, നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണെങ്കിൽ, ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണെങ്കിൽ അതിന്റെ പൊസിഷന്റെ സമ്മ് ഈക്വൽ ആയിട്ട് വരുന്ന എല്ലാ പേരും, ഇപ്പം x1ഉം x9 പൊസിഷന്റെ സമ്മ് 10, അപ്പൊ അത് മിഡ് ടേമിന്റെ ഡബിൾ ആയിരിക്കും. അതുപോലെ 2ഉം 8ഉം സെക്കൻഡ് പൊസിഷനിലും 8th പൊസിഷനിലും ടേംസ് ആഡ് ചെയ്താൽ മിഡ് ടേമിന്റെ ഡബിൾ ആയിരിക്കും. 4ഉം 6ഉം 4th പ്ലേസിലുള്ള നമ്പറും 6th പ്ലേസ്, അത് പൊസിഷന്റെ സമ്മ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് മിഡ് ടേമിന്റെ ഡബിൾ ആയിരിക്കും. അതായത് അതിന്റെ ആൻസറും ഈക്വൽ ആയിരിക്കും എന്നാണ് നമ്മൾ കണ്ടത്. ഇതെല്ലാ അരിത്മെറ്റിക് സീക്വൻസിലും ഇതുണ്ടാവും. നമ്പർ ഓഫ് ടേംസ് ഓഡ് നമ്പർ ആണെങ്കിലാണ് ഇത് ശരിയാവും. ഇനി ഈവൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇനി നമ്പർ ഓഫ് ടേംസ് ഈവൻ ആണെങ്കിൽ എന്താണ് പ്രത്യേകത? ഇവിടെ നമ്പർ ഓഫ് ടേംസ് 1 2 3 4 5 6 നമ്പേഴ്സ് ആണ്, 6 ടേംസ് ആണ് ഉള്ളത്. ഇത് നമുക്കറിയാം, ഇത് 3യുടെ മൾട്ടിപ്പിൾ ആണ്, 3യുടെ മൾട്ടിപ്പിളിന്റെ സീക്വൻസ് ആണ്, അരിത്മെറ്റിക് സീക്വൻസ് ആണ്. കോമൺ ഡിഫറൻസ് 3 ആണ്. ഇവിടെ നമുക്ക് നോക്കാം, ഇതിലൊരു മിഡ് ടേം ഉണ്ടാവില്ല. കാരണം 6 നമ്പർ ആവുമ്പോൾ 6 നമ്പറിന് നടുവിൽ ഒരു നമ്പർ ഇല്ല, അപ്പൊ മിഡ് ടേം ഇല്ല. മിഡ് ടേം വരുന്നത് നമ്പർ ഓഫ് ടേംസ് ഓഡ് ആകുമ്പോൾ മാത്രമേ മിഡ് ടേം ഉണ്ടാവൂ. ഇതിന് മിഡ് ടേം ഇല്ല, അതുകൊണ്ട് തന്നെ മിഡ് ടേമിന്റെ ഡബിൾ ആയിരിക്കും എന്ന് പറയാൻ കഴിയില്ല. ആ ബന്ധം ഇവിടെ ഇല്ല. പിന്നെ ഇവിടെ ഉള്ള ബന്ധം എന്താണ്? നമുക്ക് ടേംസ് ഒന്ന് x1ഉം x6ഉം ഒന്ന് കൂടിയാണ്. That is 3 + 18 = 21. 3 + 18 = 21. ഇനി x2ഉം x5, ഇവിടെ 1 + 6 7, നേരത്തെ പറഞ്ഞ പൊസിഷന്റെ സമ്മ് ഈക്വൽ. ഇവിടെ 2 + 5 7, പൊസിഷന്റെ സമ്മ് 2ഉം 7. അപ്പൊ 2 എന്ന് പറയുന്നത് 6 + 15 = 21. ഇനി x3 + x4 = 9 + 12 = 21. ഈവൻ നമ്പർ ഓഫ് ടേംസ് ഈവൻ ആണെങ്കിൽ അതിന്റെ പൊസിഷന്റെ സമ്മ് ഈക്വൽ ആണെങ്കിൽ, ഈക്വൽ ആയി വരുന്ന എല്ലാ കേസിലും അതിന്റെ സമ്മും ഈക്വൽ ആയിരിക്കും എന്ന് കാണാം. ഈ ഒരു ബന്ധം ഈവൻ ആണെങ്കിൽ ഉണ്ടാവും. നമ്പർ ഓഫ് ടേംസ് ഈവൻ ആണെങ്കിൽ പൊസിഷന്റെ സമ്മ് ഈവൻ ആയിട്ട് വരുന്ന എല്ലാ പെയറിലും ആൻസറും ഈക്വൽ ആയിരിക്കും, അഥവാ സം ഓഫ് ടേംസും ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് നമ്പർ ഓഫ് ടേംസ് ഈവൻ ആണെങ്കിൽ അതിന്റെ ബന്ധം എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്കിവിടെ ചെയ്യാം, ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ. ഇതാണ് ചോദ്യം. ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം 5 ആണ്. x1 5 ആയിട്ട് വരുന്ന ഒരു അരിത്മെറ്റിക് സീക്വൻസ്. അതുപോലെ തന്നെ ആദ്യത്തെ 6 പദങ്ങൾ എടുത്തുക. ഫസ്റ്റ് 6 ടേംസിന്റെ സം ഓഫ് ദി ഫസ്റ്റ് 6 ടേംസ്, സം ഓഫ് first 6 terms is equal to 105. ഇങ്ങനെ വരുന്ന കണ്ടീഷൻസ് ഉള്ള ഒരു അരിത്മെറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കും. ഈ സീക്വൻസ് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഇവിടെ x1 5 ആണ്, സം ഓഫ് ഫസ്റ്റ് 6 ടേംസ്, 6 ടേമിന്റെ സം 105 ആണെന്ന് തന്നിട്ടുണ്ട്. പല രൂപത്തിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണാം. നമ്മൾ ഇപ്പൊ പറഞ്ഞതനുസരിച്ച് x1ഉം x6ഉം ആഡ് ചെയ്താൽ 105 എന്ന് നമുക്ക് കിട്ടും. അല്ല, x1 പ്ലസ് ഇത് ഇവിടെ x1 5 ആണെന്ന് തന്നത് കൊണ്ട് ബാക്കി വരുന്ന 5 ടേംസ് 100 ആണെന്ന് കിട്ടും. അങ്ങനെ നമുക്ക് ചെയ്യാം. അതായത് x1 given that x1 is equal to 5, therefore x2 plus x3 plus x4 plus x5 plus x6 ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 105 minus 5 is equal to 100. ഇങ്ങനെ ഈ രൂപത്തിൽ ഈ പ്രോബ്ലത്തെ നമുക്ക് ചെയ്യാം. x1 5 തന്നതുകൊണ്ട് x2 x3 x4 x5 x6 കൂടെ കൂട്ടിയാൽ 105 5 minus 100 കിട്ടും.
അപ്പൊ 100 ആണെങ്കിൽ ഇത് ഇവിടെ നമ്പർ ഓടാണ്. അപ്പൊ ഇതിന്റെ മിഡ് ടേം x4 എന്ന് പറയുന്നത് 100 ഡിവൈഡഡ് ബൈ 5 എന്നുണ്ട്. 100 ഡിവൈഡഡ് ബൈ 5 ഇസ് ഈക്വൽ ടു, അതായത് മിഡ് ടേമിനെ 5 കൊണ്ട് നമ്പർ ഓഫ് ടേംസ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് സമ്മ് കിട്ടുക. അത് 100 ആണ്. അപ്പൊ മിഡ് ടേം എന്ന് പറയുന്നത് സമ്മിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സം ഓഫ് ദി നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്, ദാറ്റ് ഈസ് 20 എന്ന്. x1 5 ആണെന്നും x4 20 ആണെന്നും കിട്ടി അല്ലേ? അപ്പം x1 5 ഉം x1 ഈസ് ഈക്വൽ ടു 5 ആൻഡ് x4 ഈസ് ഈക്വൽ ടു 20. അപ്പൊ x1 ൽ നിന്ന് x4 ലേക്ക് 3 കോമൺ ഡിഫറൻസ് ഉണ്ടാവും. 3d ഈസ് ഈക്വൽ ടു 20 മൈനസ് 5 ഈസ് ഈക്വൽ ടു 15. therefore d ഈസ് ഈക്വൽ ടു 15 ബൈ 3 ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. കോമൺ ഡിഫറൻസ് 5 ആണ്. ഫസ്റ്റ് ടേം 5 ആണെന്നും കോമൺ ഡിഫറൻസ് 5 ആണെന്നും കിട്ടി. അപ്പൊ സീക്വൻസ് 5 10 15 20 25 30. ഇത് ആഡ് ചെയ്താൽ 15 30 20 75 105. അപ്പൊ ഈ ടേംസ് 5 10 15 നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ ശ്രേണി കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഈ സീക്വൻസ് എന്ന് പറയുന്നത് 5 10 15. ഇത് ചെയ്യുന്നതിനുള്ള ഒരു രൂപമാണിത്. ഇതിന്റെ മറ്റൊരു രൂപത്തിലും ഈ പ്രോബ്ലം ചെയ്യാം. ഇതിന്റെ ആൻസർ കാണുന്ന മറ്റൊരു രൂപം എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് x6 is equal to 105. ഇതാണ് തന്നത്. 6 ടേംസിന്റെ സമ്മ് 105 ആണ്. ഇതിൽ x1 5 ആണെന്ന് തന്നിട്ടുണ്ട്. 5 ആണ് തന്നിട്ടുണ്ട്. ഇനി അല്ലെങ്കിൽ നമുക്ക് x1 അല്ലേ 5 നമുക്ക് പിന്നീട് x1 എഴുതാണെങ്കിൽ നമുക്കറിയാം x1 ഉം x6 ഉം കൂട്ടുന്നതും x2 ഉം x5 ഉം കൂട്ടുന്നതും x3 ഉം x4 ഉം കൂട്ടുന്നതും ഈക്വൽ ആണ്. അപ്പോൾ x1 ഉം x6 ഉം കൂട്ടുന്നതും x1 മുതൽ x6 വരെ കൂട്ടുന്നതാണ് 105. ഇതിനെ 3 പെയർ ആക്കിയിട്ട് നമുക്ക് മാറ്റാം. x1 പ്ലസ് x6 x2 പ്ലസ് x5 x3 പ്ലസ് x4 ഇതെല്ലാം കൂടെ കൂട്ടുന്നതാണ് 105. അപ്പോൾ ഓരോ പെയറും, അതായത് x1 പ്ലസ് x6 എന്ന് പറയുന്നത് 105 ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും. കാരണം ഇതിന്റെ സമ്മും x2 ഉം x5 ഉം കൂടെ കൂട്ടുന്നതും x3 ഉം x4 ഉം കൂടെ കൂട്ടുന്നതും ഇതെല്ലാം കൂടെ കൂട്ടുന്നതാണ് 105. ഇത് 3 പെയർ ആക്കി മാറ്റാം. 6 നമ്പേഴ്സിനെ 3 പെയർ ആക്കിയിട്ട് മാറ്റാം. ഈ 3 പെയറിന്റെ കൂടെ സമ്മാണ് 105. 3 പെയറും ഈക്വൽ ആണ്. അപ്പോൾ ഓരോ പെയറും 105 ഡിവൈഡഡ് ബൈ 3 ആണ് എന്ന് നമുക്ക് കിട്ടും. ഇതിൽ x1 5 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 5 പ്ലസ് x6 is equal to 105 by 3 minus 5 ഉണ്ട്. 105 by 3 എന്ന് പറയുന്നത് 35 ആണ്. 105 by 3 10 ന് 3 times 15 ന് 5 times. 35 minus 5 is equal to 30. x6 എന്ന് പറയുന്നത് അപ്പോൾ x is equal to 105 3 minus അപ്പോൾ ഈ 5 പോയി x is equal to 30 എന്ന് കിട്ടും. x6 30 ആണെന്നും x1 5 ആണെന്നും x6 30 ആണെന്നും കിട്ടും. അങ്ങനെയാണെങ്കിൽ 5d is equal to 30 minus 5 is equal to 25. Therefore d is equal to 25 by 5 is equal to 5. നേരത്തെ കിട്ടിയപ്പോൾ d is equal to 5 എന്ന് കിട്ടി. ഫസ്റ്റ് ടേം 5 ആണെന്ന് കിട്ടി. അപ്പോൾ സീക്വൻസ് 5 10 15. ഈ രൂപത്തിലും ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കാണാൻ പറ്റും. രണ്ട് രൂപത്തിലും കണ്ടിരിക്കുന്നത് ഏതാണോ ഏറ്റവും എളുപ്പം ആ രൂപത്തിൽ നമ്മൾ ചെയ്ത് പരിശീലിക്കും. ഈ പഠിച്ച കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുള്ളത് പേജ് നമ്പർ 28 വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ 7 ക്വസ്റ്റ്യൻസ് ആൻസർ കാണാനുണ്ട്. ആ 7 ക്വസ്റ്റ്യനും ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന രൂപത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയും. കുറച്ച് ചിന്തിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ഉള്ളത്. ആ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും അടുത്ത ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുവേണ്ടി കാത്തിരിക്കുക. എല്ലാവർക്കും താങ്ക്സ്.